റീസെന്റ് നോക്കി തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾ വെറും കച്ചവടവൽക്കരിക്കപ്പെടുകയാണെന്ന് പലപ്പോഴും വിവാഹം എന്ന് പറയുന്നത് ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചില സമയത്തൊന്നും ഇത്രത്തോളം നിയമം ഉണ്ടായിട്ട് കൂടി ഇങ്ങനെയൊക്കെ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു മാറ്റം വരുന്നത് പൊന്മാൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ലിജോമോളുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് കിട്ടി സ്റ്റെഫിക്ക് കിട്ടിയത് സ്റ്റെഫി വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പം ഇതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പൊ എല്ലാം മാറുമാറും എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഇതിൽ നടന്നിട്ടില്ല. ഇല്ല, പണ്ടുള്ള സിറ്റുവേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട്. പണ്ട് ഇത് നിർബന്ധമായിരുന്നു. ഇപ്പം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അല്ലെങ്കിൽ കല്യാണം വളരെ ആർഭാടമായി നടത്തണ്ട എന്ന് തീരുമാനിക്കുന്ന യുവതലമുറ ഇപ്പോൾ ഉണ്ട്. അപ്പൊ മാറ്റങ്ങൾ ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇമ്മീഡിയറ്റ്ലി അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അത് ആളുകൾ അവനവൻ തന്നെ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പൊ പെൺകുട്ടികളായാലും സ്ത്രീധനം ചോദിച്ച് അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് ഒരു പെൺകുട്ടിക്ക് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. ഞാൻ സ്ത്രീധനം ചോദിക്കില്ല എന്ന് ഒരു ആൺകുട്ടി തീരുമാനം എടുക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. അതിപ്പോ ഇമ്മീഡിയറ്റ്ലി എന്നല്ല, പക്ഷെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തായാലും അതിൽ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇപ്പോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുൻപ് ഈ പറയുന്നത് പോലെ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ മരണമൊക്കെ ഉണ്ടായാലും അതിന് കേസുകളാവുകയോ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതിന് വളരെ നോർമലൈസ് ചെയ്തേ കണ്ടിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ സഹിച്ചു നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ ധൈര്യം കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാലും അപ്പൊ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിവാഹ കമ്പോളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടില്ല എന്നൊരു ഇതിലെ കഥാപാത്രത്തിൽ പോലും ഇത്ര വയസ്സായി ഇനി ആരെ കിട്ടും നോക്കുമ്പോഴാണെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ കൂടെ പോകുന്നത് കല്യാണം കഴിക്കുന്നതല്ല. ശരിക്കും നമ്മുടെ സൊസൈറ്റി പോലും ഇങ്ങനത്തെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും പെണ്ണിൽ വെക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുക എന്നൊരു മെന്റാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ നമ്മൾക്ക് പ്രഷർ ഉണ്ടായാലും നമ്മൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പം എന്റെ ഫാമിലിയിലോ നാട്ടുകാരെന്ത് പറയും, എന്റെ മകൾക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ എന്റെ മകൻ ഇത്ര വയസ്സായി, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ എത്രയും പെട്ടെന്നാണ് ഒരു കല്യാണം നടത്തണം അല്ലെങ്കിൽ അവൾക്ക് കല്യാണം നടത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ ആ പ്രഷറിനെ അവരെ ഏറ്റെടുത്ത് ഈ കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീ ആയാലും പുരുഷനായാലും അവനവന് വേണ്ടി നിൽക്കാനും പഠിക്കണം. അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മള് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നും ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഈ പറയുന്ന പോലെ ഫാമിലിയുടെ ആയാലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആയാലും പ്രഷറിന്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേടി ഉണ്ടാവും. ശരിയാണ്, എനിക്ക് ഇത്ര വയസ്സായി, ഇനി ഒരു പെണ്ണ് കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഒരു ചെറുക്കനെ എനിക്ക് കിട്ടില്ല എന്നുള്ള പ്രഷർ വന്നേക്കാം. പക്ഷെ അതിനങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരാതിരിക്കുന്നത് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വന്നൊരു ചർച്ചയിലാണ്. അതായത് ലാലേട്ടൻ, ഫാസിൽ, ആസിഫിക്ക അവരൊക്കെ ചെയ്ത പോലെ കണ്ണുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ തന്നെ ചെയ്യാന്ന് പറയുന്ന കാര്യം ബേസിൽ ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചായിരുന്നു? ആൾക്കാര് പറയേണ്ട കാര്യമാണല്ലോ. എന്നെ കൊണ്ട് ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും, ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് എന്നാണ് ബുക്ക് വായിച്ചവർക്ക് പോലും ആദ്യത്തെ ടേക്ക് അവേ എന്ന് പറയും. അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമേനെ, ആ ക്യാരക്ടറിനെ നോക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെയുള്ള എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരിക്കും. ബേസിൽ എന്ന ഒരാള് ഏത് കാര്യം തമാശ ലൂസിഫറിന്റെ എമ്പുരാന്റെ സമയത്ത് ഉണ്ടായ ക്രിയേറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു.
അതുപോലും തമാശയായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു കാര്യമല്ല. ഒരാൾ എടുക്കുന്ന ഒരു കമന്റ് ആയാലും എല്ലാം നോക്കി കണ്ട് ചെയ്തിട്ട് എന്നാൽ ഫണ്ണായിട്ട് എടുക്കുന്ന വളരെ കുറച്ച് പേര്, അതൊരു വിരളമായിട്ട് ഒരാളാണ് ബേസിൽ. എല്ലാ കാര്യങ്ങളും തന്നെ നോക്കി കാണുന്ന ഒരാളാണ്. നമ്മൾ ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ, അപ്പൊ അതുകൊണ്ട് എല്ലാം ചുറ്റും നടക്കുന്നൊക്കെ അറിയാറുണ്ട്, കാണാറുണ്ട്. അപ്പോ എല്ലാവരും തമ്മിൽ റീലുകൾ അയക്കാറുണ്ട്, പറയുന്ന എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ടൊവിനോ അവിടെ ഇട്ടപ്പോ അങ്ങനെ ഒരു കമന്റ് ഇടാൻ അത് കണ്ടപ്പോ എനിക്ക് അതായിട്ട് തോന്നി, മുട്ടകളായിട്ട് തോന്നി. അപ്പൊ അത് മുട്ട പപ്സിലെ മുട്ട എന്ന് കമന്റ് കിട്ടുന്നേ ഉള്ളൂ. അത് പക്ഷെ AI ആയിട്ട് വരുമെന്നും എല്ലാവരും ഞങ്ങള് രണ്ടും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടെ ഒന്ന് മുട്ട പപ്സ് കഴിക്കണ വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്നും അത്രയും ടെക്നോളജി വളർന്നതായിട്ട് ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല. എനിക്ക് കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം അത്തരം കമന്റുകൾ ഇടാൻ. ഇപ്പോ ജയ്ബീബിന് വേണ്ടിട്ട് എലിയെ ഭക്ഷിക്കുന്നതിനെ അവിടെ കേട്ട് ശരിക്കും റിയലായിട്ട് കഴിച്ചതാണോ എലിയെ? ഇതൊരു 3 വർഷം മുന്നേ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാ. വേണ്ടി കുറെ കൊഞ്ച് കഴിച്ചത് എലിയെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മളൊരു ചിക്കൻ കറി കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോർഷൻ കഴിച്ചു എന്നല്ല, അത് ഒന്ന് രുചിച്ചു നോക്കി അത്രേ ഉള്ളൂ. അത്രേ എന്തിന്റെ ടേസ്റ്റ് കഴിച്ചിട്ട് എന്നോട് പറയും. ഈ പ്രാവൻകുടി ഷാപ്പിൽ തൃശ്ശൂർ ലാംഗ്വേജ്, പൊന്മാനില് കൊല്ലം, ഇപ്പൊ ഈ ലാംഗ്വേജ് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ മമ്മൂക്കൊക്കെയാണ് ഇപ്പോൾ പോക്കിരി രാജമാണിക്യം, അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കണ്ടേക്കണത് ലാംഗ്വേജ് പഠിക്കാൻ. അപ്പൊ അതിൽ റെഫറൻസ് എല്ലാം എടുത്തിട്ടുണ്ടോ? റെഫറൻസ് അവിടെയുള്ള സിനിമ പ്രാവൂർ ഷാപ്പ് ചെയ്യുന്ന ഡയറക്ടർ തൃശ്ശൂരുകാരനാണ്, അതിന്റെ കുറുവ് എല്ലാം തൃശ്ശൂരുകാരാണ്. അപ്പോൾ അവര് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻപുട്സ് തരും, എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണമെന്ന്. ഈ സിനിമ ചെയ്തിരിക്കുന്ന എല്ലാവരും കൊല്ലംകാരാണ്. ഇതിന്റെ ഡയറക്ടർ കൊല്ലംകാരനാണ്, ഇതിന്റെ റൈറ്റർ കൊല്ലംകാരനാണ്, അഭിനയിച്ചിരിക്കുന്ന ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഒട്ടുമിക്ക എല്ലാവരും കൊല്ലംകാരാണ്, ടെക്നീഷ്യൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആ സിനിമയിലുണ്ടാവും. എനിക്ക് അതിനേക്കാളും കൂടുതൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്ക് വായിച്ച ആൾക്കാർക്ക് സിനിമ കാണുമ്പോൾ വായിച്ചതിൻ്റെ അത്ര വലിയ ഇത് ഇപ്പം കറക്റ്റായില്ല അങ്ങനെയൊക്കെ ഒരു ഒരു പെർഫോമൻസ്. അത് വായിച്ചത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണ് വായിച്ചേക്കുന്നത്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആവേശത്തിലൊരു ഹ്യൂമർ കോമിക് ക്യാരക്ടറാണ് എല്ലാവരും മനസ്സിലത് കയറി. ഞാൻ ആ പടം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്ന് റിലീസായിട്ടില്ല. അപ്പോൾ നേരെ ഇവിടെ വരുമ്പോൾ ആർക്കും അറിയില്ല ഞാൻ അങ്ങനെ അതിലെന്താ ചെയ്തിരിക്കുന്നത്. എനിക്ക് മാത്രമേ അറിയുള്ളൂ ആവേശത്തിൽ ചെയ്യുന്നത്. അമ്പാൻ്റെ ക്യാരക്ടർ എങ്ങനെ ചെയ്തത് നമ്മൾ ഇവിടെ വന്ന് മരിയാന ഓൾറെഡി കഥ പറയുമ്പോൾ തൊട്ട് നമുക്കറിയാതെ എങ്ങനെയാണ്. പിന്നെ നോവൽ വായിച്ചപ്പോഴും അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ അതിനൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് വണ്ണം വെച്ച് അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ തുഴയാൻ പഠിക്കാൻ പോയി. ഞാൻ ഷൂട്ട് തുടങ്ങിയതിനേക്ക് ഒരു 10 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. ഞാൻ രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും അഷ്ടമുടി കായലിൽ 2 ചേട്ടന്മാരുണ്ടാവും. വലിയ വള്ളം, പല രീതിയിലുള്ള ചെറിയ വള്ളം, വലിയ വള്ളം എല്ലാം തുഴയാൻ പഠിച്ച് പ്രോപ്പറായിട്ട് തുഴഞ്ഞിട്ട് തന്നെയാണ് ഓരോ ഷോട്ടിലും ചെയ്തേക്കുന്നത്. അതുപോലെ ഇങ്ങനെ കെട്ടി വലിക്കുന്ന അങ്ങനെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പറ്റാവുന്ന, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു മിനിമലായിട്ടുള്ള കൊല്ലം സ്ലാങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇനി അടുത്ത സിനിമകളിലാണെങ്കിൽ അതൊക്കെ പരിഹരിക്കും. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. അതായിരുന്നു ഞാൻ ആക്ച്വലി ബേസിലുള്ള 2ാം സിനിമ ജാനമല്ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അജേഷ് PP ആയിട്ട് കണ്ടിട്ടുള്ളൂ, ബേസിലായിട്ട് കണ്ടിട്ടില്ല. അവിടെയാണെങ്കിൽ രംഗേനായിട്ട് കണ്ടിട്ടുള്ളൂ, ഫഹദിനെ കണ്ടിട്ടില്ല ആക്ഷൻ പറയുമ്പോൾ. അത്രയും വ്യത്യാസമുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ ആക്ഷൻ പറയുമ്പോൾ അജേഷ് PP, ബേസിലില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിയുടെ വിളിച്ച്. പാപ്പച്ചന്റെ കൂടെ പോലീസ് റോളിലാണ് വരാനുണ്ട്. അതില് പെപ്പയും നെയ്മ്പോളിയും ഒരുക്കുന്നു എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടതില്? അത് ഒന്നും ഇതിനെപ്പറ്റി പറയാറായിട്ടില്ല. വരുന്ന ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ പറയും എന്ന് വിചാരിക്കുന്നു. ചേട്ടനാണെങ്കിലും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരത് കറക്റ്റായിട്ട് പറയും. ഞാനിപ്പോൾ അത് പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവരെന്തായാലും അറിയിക്കും. എന്തായാലും എന്തായാലും അതിന്റെയൊക്കെ ഒരു ക്ലാരിറ്റി, ആ സിനിമ ഉണ്ടാവോ, ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ഉടനെ തന്നെ അറിയോ. ഡയലോഗ് ഉണ്ട്.
ഇപ്പം നിന്റെ മൂത്തൊരു വെട്ടം വെച്ചുണ്ട് എന്നുള്ള ഡയലോഗ്. ആ ഡയലോഗിന് ഇപ്പോൾ കേട്ടപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നും. ശരിക്കും പറഞ്ഞാൽ പൊന്നില്ലാത്തതാണ് പെൺകുട്ടികൾക്ക് വെട്ടം വെക്കുന്നത് എന്ന് തോന്നിയത്. പൊന്നില്ലാതെയാണോ പെൺകുട്ടികൾക്ക് വെട്ടം വെക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ചേട്ടനെന്താ തോന്നിയിട്ടുള്ളത്? അല്ല, പൊന്നുള്ള അത് പെൺകുട്ടികൾക്ക് എന്താണ് തോന്നുന്നത് ചോദിച്ചു. പെൺകുട്ടികൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആരും പെൺകുട്ടികളൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ സ്വർണ്ണം ഇട്ട് നടക്കുന്നതാണ് ഞങ്ങളെ കാണാൻ ഭംഗി ഒരു പെൺകുട്ടിയും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് അറിയില്ല. പെൺകുട്ടികൾക്ക് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞ പെൺകുട്ടികൾക്കാണല്ലോ സ്വർണ്ണോടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു മിനിറ്റ്, 60s-ലെയും 70s-ലെയും ഒത്തിരി സ്ത്രീകൾ സ്ത്രീധനത്തിന് പേരിൽ ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. അവര് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് 100% പെയിൻ ആയിരിക്കും. കാരണം ലിജോ മോളുടെ ഒരു ക്യാരക്ടർ ഇറങ്ങി പോവാൻ കാണിച്ച ഒരു മനസ്സ് അന്ന് അവർക്ക് തോന്നിയില്ല എന്നത്. അന്ന് അങ്ങനെ ഒരു കൾച്ചറേ അല്ല, നമ്മുടെ ഒരു വിഭാഗം അങ്ങനെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത്. അവർക്ക് അതൊരു പെയിൻ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ജനത അവർ ചിലപ്പോൾ തിയേറ്ററിൽ സിനിമ കാണൂലായിരിക്കും, ടെലിവിഷനിലായിരിക്കും കാണുമ്പോൾ. അവർ ഈ സിനിമ കാണുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അന്നവർക്ക് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോടെ പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടേത് ഇപ്പൊ അവരുടെ ലൈഫ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോട് പറയാനുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കുക. ഇത് ആദ്യം വ്യക്തികളാണ് തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനെ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ. പിന്നെ അത് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളും പിന്നീട് അത് കുടുംബങ്ങളിലുമാണ് ആ തീരുമാനം ഉണ്ടാവേണ്ടത്. അപ്പൊ അത് ആലോചിച്ച് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ.